റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപിൻ്റെ എസ്റ്റേറ്റ് വസതിയിലാണ് ആ ചർച്ചയുള്ളത്. അപ്പോൾ ചർച്ചയുടെ വിശദാംശങ്ങളുമായി അക്ഷയ് ലക്ഷ്മണാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുന്നത്. അക്ഷയ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മിൻഷ. എവിടം വരെയായി ചർച്ച? സമാധാന കരാർ, ലോകം മുഴുവൻ സമാധാനം ഉണ്ടാക്കിയിട്ടേ ഞാൻ അടങ്ങൂ എന്നാണ് കഴിഞ്ഞ ദിവസം ട്രംപ് എക്സ് പോസ്റ്റിൽ കുറിച്ചത്. അപ്പോൾ ആ സമാധാന ചർച്ചകളൊക്കെ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? യുദ്ധത്തിനൊരു പര്യവസാനം ഉണ്ടാകുമെന്നാണോ സെലൻസ്കി പറയുന്നത്? തീർച്ചയായിട്ടും മിൻഷ, ലോകം ഉറ്റുനോക്കിയിരുന്ന ഒരു ചർച്ചയാണ് അല്പസമയം മുമ്പ് അവസാനിച്ചത്. അമേരിക്കയിലെ ഫ്ലോറിഡയിൽ ഒരു എസ്റ്റേറ്റ് റിസോർട്ടിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഒപ്പം യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും തമ്മിലുള്ള ചർച്ച നടന്നത്. ഈ ചർച്ചയ്ക്ക് ശേഷം ഇരുവരും മാധ്യമങ്ങളെ കാണുകയുണ്ടായി. പ്രധാനമായും 20 ദിന സമാധാന കരാറിൽ പുരോഗതി ഉണ്ടെന്നാണ് ഇരു നേതാക്കളും അറിയിച്ചത്. യുക്രൈൻ്റെ സുരക്ഷ ഉറപ്പാക്കണമെന്ന് സെലൻസ്കി ആവശ്യപ്പെടുകയുണ്ടായി ഈ ചർച്ചയിൽ. അതോടൊപ്പം തന്നെ ചർച്ചയിലെ 90% പ്രശ്നത്തിനും പരിഹാരമായിട്ടുണ്ട് എന്നാണ് ഇരു നേതാക്കളും വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ പിടിച്ചെടുത്ത ഭൂമിയെ ചൊല്ലിയാണ് ഇപ്പോൾ തർക്കം നിലനിൽക്കുന്നത്. ബാക്കി വിഷയങ്ങളിലെല്ലാം സമവായമായിട്ടുണ്ട്. 1-2 വിഷയങ്ങൾ മാത്രമാണ് പരിഹരിക്കാനുള്ളത് എന്നാണ് സെലൻസ്കി ഉൾപ്പെടെ വ്യക്തമാക്കിയത്. എല്ലാ പ്രശ്നങ്ങൾക്കും ഈ ചർച്ചയിൽ തീരുമാനം ഉണ്ടായിട്ടുണ്ട്. 2 വിഷയങ്ങൾ മാത്രമാണ് പരിഹരിക്കാനുള്ളത്. പ്രധാനമായും ഡോൺബാസിൽ ഒരു സ്വതന്ത്ര വ്യാപാര മേഖല സ്ഥാപിക്കുന്ന വിഷയത്തിലാണ് ഇപ്പോഴും തർക്കം നിലനിൽക്കുന്നത്. ട്രംപ് പറയുന്നത് ഇത് വളരെ പ്രധാനപ്പെട്ട സങ്കീർണമായൊരു വിഷയമാണ്, ഇത് ചർച്ച ചെയ്യേണ്ടതുണ്ട് കൂടുതലായി. എങ്കിൽ പോലും ഈ വിഷയത്തിലും സമവായം ഉണ്ടാക്കാൻ സാധിക്കും, ഉടൻ തന്നെ ഈ വിഷയവും പരിഹരിക്കപ്പെടും എന്നാണ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കുന്നത്. വളരെ സങ്കീർണമായ ഈ വിഷയം കൂടി പരിഹരിക്കുന്നതോട് കൂടിയിട്ട് പൂർണ്ണമായും ഈ യുദ്ധം അവസാനിപ്പിക്കാൻ സാധിച്ചേക്കുമെന്നാണ് ട്രംപ് പറയുന്നത്. ഒപ്പം തുടർ ചർച്ചകൾക്ക് താൻ സന്നദ്ധനാണെന്ന് വ്ളാഡിമിർ സെലൻസ്കിയും അറിയിച്ചിട്ടുണ്ട്. എന്തായാലും വൻപൻ പ്രഖ്യാപനങ്ങളാണ് ലോകം കാത്തിരുന്നത്. എന്നാൽ അത്തരത്തിലേക്കൊന്നും പോയില്ല. വളരെ പ്രൊഡക്റ്റീവായിട്ടുള്ളൊരു ചർച്ചയാണ് നടന്നത് എന്നാണ് ഇരു നേതാക്കളും അറിയിച്ചത്. എന്തായാലും 3 വർഷത്തോളമായി തുടരുന്ന വലിയൊരു യുദ്ധം, അതായത് 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകം കണ്ട ഏറ്റവും വലിയൊരു യുദ്ധമായി ഈ റഷ്യ യുക്രൈൻ യുദ്ധം മാറിയെന്ന് ട്രംപ് പറയുന്നു. ഈ യുദ്ധം അവസാനിപ്പിക്കുക തന്നെ ചെയ്യുമെന്നാണ് ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന പ്രതികരണം. ഒപ്പം ഈ ചർച്ചയ്ക്ക് മുൻപ് 2 മണിക്കൂർ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യൻ പ്രസിഡന്റ് മായി സംസാരിക്കുകയുണ്ടായി. അദ്ദേഹവും ഈ വെടിനിർത്തലിനും ഒപ്പം തന്നെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനും സന്നദ്ധതയാണ് അറിയിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഒരു പോസിറ്റീവായിട്ടുള്ള പ്രതികരണമാണ് വന്നിരിക്കുന്നത് എന്നാണ് പുടിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നതെന്നാണ് ട്രംപ് അറിയിക്കുന്നത്. എന്തായാലും യുദ്ധം ഇനി അധിക കാലം നീണ്ടു പോകില്ല എന്നാണ് ട്രംപിൻ്റെ അവകാശവാദം. 3 വർഷത്തോളമായി തുടരുന്ന രക്തകലുഷിതമായ സാഹചര്യം അവസാനിപ്പിക്കുക തന്നെ ചെയ്യുമെന്ന് പറയുന്നു. എന്തായാലും സെലൻസ്കിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് യുദ്ധം അവസാനിപ്പിക്കണം എന്ന നിലപാടാണ്. ഒപ്പം തന്നെ റഷ്യൻ പ്രസിഡന്റും എടുത്തിരിക്കുന്ന ഒരു നിലപാട് ഇത് തന്നെയാണ്. 90% ചർച്ചകളും ഫലപ്രദമാണ്. 90% വിഷയങ്ങളിലും സമവായം കണ്ടെത്താൻ സാധിച്ചിരിക്കുന്നു. 1-2 വിഷയങ്ങൾ കൂടി സമവായമാകുന്നതോടെ ഈ യുദ്ധം, റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിക്കുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് അറിയിക്കുന്നത്. എന്തായാലും ജനുവരിയിൽ ഇതിൻ്റെ തുടർ ചർച്ചകൾ ഉണ്ടാകുമെന്നാണ് ഏറ്റവും അവസാനമായി പുറത്തു വരുന്ന റിപ്പോർട്ട്. അതായത് യൂറോപ്യൻ നേതാക്കളെ അടക്കം പങ്കെടുപ്പിച്ചുകൊണ്ട് സെലൻസ്കിയും പങ്കെടുക്കുന്ന ഒരു ചർച്ചയുണ്ടാകും. റഷ്യൻ പ്രസിഡന്റ് അടക്കം ഈ ചർച്ചയിലേക്ക് വരും എന്ന ഒരു അഭ്യൂഹങ്ങൾ കൂടി ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. എന്തായാലും ജനുവരിയിൽ നടക്കുന്ന ഈ ചർച്ചയോടുകൂടി റഷ്യ യുക്രൈൻ യുദ്ധത്തിന് ഒരു സമവായമാകും, അന്തിമ തീരുമാനമാകും. ഈ യുദ്ധം അവസാനിപ്പിക്കാൻ സാധിച്ചേക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ നടന്ന ചർച്ചകൾക്ക് ശേഷം പുറത്തു വരുന്ന വിശദാംശങ്ങൾ. വിൻഷ.